താനിപ്പോ അതിലേക്ക് ടെൻഷനൊന്നും ആവണ്ട. അവര് ഞാൻ പറഞ്ഞാ കേൾക്കുന്നവരാ. ആ എന്നാ പിന്നെ തന്റെ കാര്യങ്ങൾ നടക്കട്ടെ. സമയം കിട്ടുമ്പോ ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാ മതി. ശരി സാർ. ആ ശരി ശരി, ഓക്കെ. ഈ തൊഴിലാളികൾക്ക് കൂലി കൊടുക്കുന്ന കാര്യം പറയാനാ സാറ് വിളിച്ചത്. അതൊക്കെ തൽക്കാലം ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? നോക്കാം. ഹരി കമോൺ. ചെറിയ ചെറിയ തടസ്സങ്ങൾ മുന്നിൽ വന്ന് തട്ടി നിന്നാലേ നമ്മുടെ വലിയ വലിയ ചിന്തകളൊക്കെ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. താൻ കൂളായിട്ടിരിക്കെ. 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് വന്ന് തുടങ്ങും. ഞാനല്ലേ പറയുന്നത്? ശരി, താൻ നടക്ക. എനിക്കൊരിടം വരെ പോകാനുണ്ട്. ഞാൻ കൂടെ വരണോ? വേണ്ട. ചിലപ്പോ ഒറ്റയ്ക്ക് നടക്കുന്നതാവും സുഖം. എന്ന് താൻ ചെല്ലേ. എന്താ പെട്ടെന്ന് ഹരിക്ക് പറ്റിയതെന്ന് അറിയില്ല അമ്മേ. ഇന്നലെ രാത്രി മുഴുവൻ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കടകളിൽ നിന്ന് പണം വാങ്ങാൻ പോണം, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഇന്നലെ നമ്മൾ സംസാരിച്ചല്ലോ. കുറെ നേരം തനിച്ചിരുന്ന് ആരൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. അതാ എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്താന്ന്? അതെ, കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദാമ്പത്യത്തിന്റെ ആദ്യ നാളുകളിലാ നമ്മൾ നമ്മുടെ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ചു നോക്കുക. എന്ന് പറഞ്ഞാൽ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് തോന്നും, കുറച്ചു മുൻപ് കണ്ടതുപോലെ അല്ലല്ലോ ഇപ്പോ, എന്തൊക്കെയോ മാറ്റം ഉണ്ടല്ലോ എന്ന്. നമ്മളത് ചോദിക്കാനും തുടങ്ങും. അപ്പോഴാ ആണുങ്ങൾക്ക് ദേഷ്യം വരുന്നത്. ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്, ചുമ്മാ കളിയാക്കാൻ. ഭർത്താവിനെ കുറിച്ച് ടെൻഷൻ ആവുന്നതിൽ തെറ്റൊന്നുമില്ല, നല്ല കാര്യമല്ലേ? അമ്മേ, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അല്ലെങ്കിൽ പിന്നെ ആരോടൊന്നും പറയാതെ ഹരി എങ്ങോട്ടേക്കാ പോയത്? എന്നോട് പറഞ്ഞില്ലെങ്കിലും അമ്മാവനോട് പറയാതെ പുറത്തേക്ക് ഇറങ്ങാത്ത ആളല്ലേ. അമ്മാവനും അറിയില്ല. അവൻ വരട്ടെ. ഇനി മുതൽ ഇങ്ങനെ ചില നിർദ്ദേശങ്ങളുണ്ടെന്ന് അവനോടങ്ങ് പറഞ്ഞാ മതി. അപ്പൊ പിന്നെ പറയാതെ പുറത്തു പോവില്ല. അവൻ കൊച്ചുകുട്ടിയല്ലേ, വീട്ടിൽ പറയാതെ ഇങ്ങനെ പുറത്തിറങ്ങി നടന്ന വീട്ടിലുള്ളവര് പേടിക്കില്ലേ? ദേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടമ്മേ. എന്ത് പറഞ്ഞാലും ഒരു കളിയാക്കലുണ്ട്. ഉത്തിരിയാണ്. ഓ, അടുത്ത ടെൻഷനുള്ള ആൾ എത്തിയല്ലോ.